ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബഹ്റൈനിലെ ടെമ്പറേച്ചർ 8 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. പിന്നെന്താ പറയുക, പുറത്ത് നല്ല തണുത്ത കാറ്റും അതുപോലെ നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ് കേട്ടോ. മഴയുണ്ട്, അത്യാവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഉച്ച നേരമാണ്. വെയിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ. ഇതിൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. കാറ്റ് നമുക്കിത് കാണാനുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ നല്ലപോലെ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് നമുക്ക് നാട്ടിൽ അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചൂടോടെ കഴിക്കാൻ ഇഷ്ടമല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട്. പിന്നെ നോക്കിയപ്പോൾ പഴുത്ത പഴം ഇരിക്കുന്നുണ്ട്. നല്ല പഴുത്തിട്ടും ഇല്ല, എന്നാൽ പഴുപ്പ് ആയി വരുന്നേ ഉള്ളൂ. ഞാൻ ഈ പഴുത്ത പഴം വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മക്കൾ ഉറങ്ങാണ് കേട്ടോ. അവർ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ചൂടോടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഒരു പഴം ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഗ്രേറ്ററിൽ വെച്ച് അരിഞ്ഞപ്പോൾ അത് ആകെ ഉടഞ്ഞു പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി വെച്ച് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇതേപോലെ എടുത്ത് എണ്ണയൊന്ന് ചൂടായപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ കത്തിയോണ്ട് അരിഞ്ഞ കാരണം തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് പറക്കിയിടാണ്. ഇനി നമുക്ക് നാട്ടിലാണെങ്കിൽ എൻ്റെ കയ്യിൽ പരന്നിട്ടുള്ള ഗ്രേറ്ററായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ തന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്നാൽ പരന്ന ടൈപ്പാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇങ്ങനെ ഉരച്ചുരച്ച് ഇടാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും അതുപോലെ ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം എടുക്കുക, അത് ലൈറ്റ് ചൂടുവെള്ളം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ തണുപ്പില്ല, പക്ഷെ എന്നാൽ തണുത്ത വെള്ളമല്ല. അതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കായിട്ടതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഒന്ന് കളർ മാറി വരുമ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ നേരത്ത് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ തെളിച്ച് കൊടുക്കാം. നമ്മൾ 1-2 പ്രാവശ്യം തെളിച്ച് കൊടുത്തതിന് ശേഷം പിന്നത്തെ 1-2 ബാച്ച് നമുക്ക് വെള്ളം തെളിച്ച് കൊടുക്കണമെന്നില്ല, ബിക്കോസ് അതിൽ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഒഴിക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. നമ്മുടെ കായ വറുത്തതിലൊക്കെ ഉപ്പ് കൂടും. അപ്പോൾ അതുകൊണ്ട് 1-2 പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം 2 പ്രാവശ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കൂട്ടി ഞങ്ങൾ ചൂടോടെ ചായ കുടിച്ചു, സ്നാക്സ് ചിപ്സൊക്കെ കഴിച്ച് ഞങ്ങൾ ഡ്രസ്സ് മാറി. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോണത് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടേറ്റോ കറിയാണ്, ബാജിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുറച്ച് ലൂസായിട്ട് എടുത്ത്, ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി മുക്കി കഴിക്കാനാണ് ഇഷ്ടം, സോക്ക് ചെയ്തിട്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് കുളിച്ച് ഞങ്ങൾ ഡ്രസ്സ് മാറി പോവാണ്. ഇനി പോയിട്ട് അധികം സാധനങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഡ്രസ്സ് എടുക്കണം. വാവയ്ക്ക് കുറച്ച് ഡെയിലി വെയർ എടുക്കാണ്ട്, പിന്നെ ഡേറ്റ്സും നട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വരണം. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തണുപ്പാന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് ഒരു കുറവൊന്നുമില്ല. അപ്പോൾ നമ്മളും പോവാണല്ലോ, അതുപോലെ തന്നെ എല്ലാവരും റോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എത്താറായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ വാങ്ങാനായിട്ട്. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് വാങ്ങി വരണം. പിന്നെ തണുപ്പാണ്, മഴ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. വന്നിട്ട് നാളെ ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ജാക്കറ്റും ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് പോയത്. വാവ ഇടാൻ കൂട്ടാക്കിയില്ല, കാറിൽ ജാക്കറ്റൊക്കെ ഊരി വെച്ചിട്ടാവുള്ളൂ. പിന്നെ മോളിൽ കയറി. അങ്ങനെ ഞങ്ങൾ മോളിൽ കയറിയതിന് ശേഷം ആദ്യം പോയത് രാമലി മോളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമ്മളവിടെ ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ പോയി പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഓഫേഴ്സിൻ്റെ എല്ലാ ഇതും സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഇങ്ങനെ മണലൊക്കെ ഇട്ട് നമുക്ക് ശരിക്കും ബീച്ച് ഷോറിൽ കളിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ സൈക്കിൾ റൈഡിങ്ങും അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഈ സൈഡിലുണ്ട് അവർക്ക്. പിന്നെ ഇതാണ് കേട്ടോ മോളിൻ്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മൾ ആക്സിലേറ്ററിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല മോളാണ്. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും ആ ഡിസ്കൗണ്ട് സെൻറ്ററിൽ നമുക്ക് ഡ്രസ്സൊന്നും നല്ലത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് താഴെ ഇറങ്ങി റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അവൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ വന്നതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കാൻ അധികം സമയം ഉണ്ടായിരുന്നില്ല. ചോറ് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചേക്കാളും കുറച്ച് ലേറ്റും ട്രാഫിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കപ്പ ഉണ്ടായിരുന്നു, കപ്പ എടുത്ത് പുഴുങ്ങി കപ്പ പുഴുക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ആർക്കും വേറെ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതന്നെ കൂട്ടി ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ ഒപ്പിച്ചു. അങ്ങനെ കപ്പ പുഴുക്കും അതുപോലെ തന്നെ നല്ല വറ്റിച്ച മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ ഫിനിഷ് ചെയ്തു കേട്ടോ.
ഈ കപ്പ നമുക്ക് ഫ്രോസൺ അല്ല, നല്ല ഫ്രഷ് കപ്പയായിരുന്നു. ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ അത് വാങ്ങി. അപ്പോൾ ഈ തണുപ്പത്ത് നല്ല മഴയും അതേപോലെ എന്താ പറയുക തണുപ്പും ഒക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് കിടക്കുമ്പോൾ ജീരക വെള്ളം കുടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആസ് യൂഷ്വൽ പണിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ വർക്ക് ചെയ്തു. ഓരോരുത്തരും 5 പേരുണ്ട്, 5 പേരും അവരവർക്ക് പറ്റുന്ന പണികളൊക്കെ ചെയ്തു. ഞങ്ങൾ നാളേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു. ബാഗൊക്കെ പാക്ക് ചെയ്തു. ജാക്കറ്റ്, മഫ്ലർ, പിന്നെ എനിക്ക് ചുമയുണ്ട് അപ്പോൾ അതിൻ്റെ മരുന്ന് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലേക്ക് യൂണിഫോം ഒക്കെ തേക്കലും ഹസ്ബൻഡാണ് കേട്ടോ തേച്ചിട്ടത്. അപ്പോൾ ആളത് ചെയ്തു. മക്കൾ ബാഗ് പാക്ക് ചെയ്തു. ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.